ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടെടുത്ത സ്വർണം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പ്രത്യേക അന്വേഷണ സംഘം കാലപ്പഴക്കം നിർണ്ണയിക്കാനുള്ള പരിശോധന നടത്തും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സ്മാർട്ട് ക്രിയേഷൻസ് നടത്തിയ ഇടപാടുകളും SIT അന്വേഷിക്കുന്നുണ്ട്. പോറ്റിയുമായി സ്വർണ്ണ ഇടപാടുകൾ നടത്തിയതായാണ് രേഖകൾ പറയുന്നത്. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരി, വെരി ഗുഡ് മോർണിംഗ്. ഹരി, ഇന്ന് സ്വർണ്ണക്കൊള്ളയിൽ എന്താണ് നിർണായകമായ വിവരങ്ങൾ നമുക്ക് പുറത്തുവിടാനുള്ളത്? ഇതിൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരമനുസരിച്ച് പിടിച്ചെടുത്ത സ്വർണവും കാണാതായ സ്വർണവും തമ്മിൽ ചില അന്തരമുണ്ട് എന്ന തരത്തിലുള്ള ചില സൂചനകൾ വരുന്നുണ്ട്. ഈ സ്മാർട്ട് ക്രിയേഷൻസും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ നേരത്തെ ചില ഇടപാടുകൾ ഉള്ളതായി ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ടോ? ഹരി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. തീർച്ചയായിട്ടും ചില പ്രശ്നങ്ങൾ ആ വീണ്ടെടുത്ത സ്വർണത്തിൽ ഉണ്ട് എന്നുള്ള ഒരു സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് സ്ഥിരീകരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ സ്വർണം ഏത് കാലത്തേതാണ് എന്ന് സ്ഥിരീകരിക്കണമെന്നുണ്ടെങ്കിൽ ശാസ്ത്രീയ പരിശോധന നടത്തണം. അത് കാലപ്പഴക്ക നിർണയം ആണ് അതിൽ പരിശോധിക്കേണ്ടത്. രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സ്വർണത്തിലാണ് ഇത്തരത്തിൽ പരിശോധന നടത്തേണ്ടത്. ഒന്ന് ഈ ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ നിന്ന്, ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്ന് പിടിച്ച 400 ഗ്രാമിലേറെ സ്വർണം. രണ്ടാമത്തേത് ബംഗളൂരുവിലെ പോറ്റിയുടെ ഫ്ളാറ്റിൽ നിന്ന് പിടിച്ച 176 ഗ്രാമിന്റെ 9 സ്വർണ്ണാഭരണങ്ങൾ. അങ്ങനെ ഈ രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ച സ്വർണത്തിന്റെയും കാലപ്പഴക്കം പരിശോധിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ പോറ്റിയുടെ ഫ്ളാറ്റിൽ നിന്നും വീട്ടിൽ നിന്നും കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ കൂടി പിടിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഗോവർദ്ധന ഈ സ്വർണ്ണ നാണയങ്ങളാണ് പോറ്റി കൈമാറിയെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന്റെ ബാക്കിയാണോ ഇതെന്നൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ചില പ്രധാനപ്പെട്ട രേഖകൾ കൂടി കഴിഞ്ഞ ദിവസത്തെ തെളിവെടുപ്പിനിടെ ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പരിശോധനയ്ക്കിടെ ലഭിച്ചിട്ടുണ്ട്. ഇന്നലെയൊക്കെ തന്നെ സ്മാർട്ട് ക്രിയേഷൻസിൽ ചെന്നൈയിൽ നടത്തിയിട്ടുള്ള പരിശോധനയിൽ അവിടെ നിന്ന് പോറ്റിയുമായി സ്മാർട്ട് ക്രിയേഷൻസ് നേരിട്ട് നടത്തിയിട്ടുള്ള ചില ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകൾ, സ്വർണ്ണ ഇടപാടുകൾ, ഇതിന്റെയൊക്കെ തന്നെ രേഖകൾ പിടിച്ചെടുക്കാൻ SITക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ രേഖകൾ വിശദമായി പരിശോധിക്കും. മാത്രമല്ല, ഈ സ്പോൺസർഷിപ്പ്, ശബരിമലയിൽ നിരവധി സ്പോൺസർഷിപ്പുകൾ പോറ്റി നടത്തിയിട്ടുണ്ട്. ആ സ്പോൺസർഷിപ്പുകളുടെ രേഖകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ള പണം, അതിന്റെ സ്രോതസ് എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ സംശയം SITക്കുണ്ട്. അതുകൂടി പരിശോധിക്കും. എന്നിട്ടാവും ബാക്കി ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. ഇനിയിപ്പോൾ രേഖകളുടെ പരിശോധന നടന്നതിന് ശേഷം അടുത്ത ദിവസം മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വാങ്ങി ഇവരെ രണ്ടുപേരെയും കൂടി ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലാകും കാണുക. അരുൺ, ഓക്കെ, വളരെ നിർണായകമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയാണ്.